എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തിടാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അത് കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുക്കർ അടുപ്പിൽ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് 1-2 സ്പൂണ് നെയ്യ് ഒഴിച്ചെടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഒരു 1/2 സ്പൂണോളം ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ജീരകം കൂടി ചെറുതായിട്ടൊന്ന് പൊട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓണിയൻ നമുക്കതിനകത്ത് ആഡ് ചെയ്യാം. അതിനുശേഷം എരിവിന് വേണ്ടിയിട്ട് ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അപ്പം അവർക്ക് എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി കൂടി കട്ട് ചെയ്ത് വെച്ചിട്ട് അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് കുറച്ച് നേരം 2 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതായത് പൊട്ടറ്റോ, ടൊമാറ്റോ, പിന്നെ നമ്മുടെ മട്ടർ, അതെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇടാം. എന്നിട്ട് വീണ്ടും 1 സ്പൂൺ കൊണ്ടിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ ആ ഗീയുടെ കൂടെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ആ നെയ്യിലൊന്ന് അതൊന്ന് പിടിക്കണം. അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് വരണം, ഒന്ന് സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും ഈ ഒരു സമയത്ത്. കുറച്ച് നേരം ഒന്ന് നമുക്കതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. എന്നിട്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ് ഇപ്പം എത്ര വേണോ ആ ഒരു ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത്. ഉപ്പിട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇത് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടിയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ മുളക് പൊടിയൊന്നും യൂസ് ചെയ്തില്ല, കാരണം ആ ഒരു കളറ് അങ്ങനെ കിട്ടുമ്പം കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് അവർക്കത് ഒരു സ്പെഷ്യലായിട്ട് റൈസ് കാണുമ്പോൾ ഇതൊരു ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ റെഡ് ചില്ലി യൂസ് ചെയ്യണില്ല. ഇപ്പം ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒരു 2 മിനിറ്റോളം അതൊന്ന് വെയിറ്റ് ചെയ്യാം. ആ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് കൂടി ആഡ് ചെയ്യാം. റൈസ് ഇട്ടിട്ട് അതിലേക്ക് ഒരു മിനിമം 2 കപ്പോളം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒരു 2 വിസിൽ, 2 അല്ലെങ്കിൽ 3 വിസിൽ അത്രയും മതി. അപ്പം അതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് കറി ഒന്നും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തൈര് കൂട്ടി വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് കളർഫുള്ളായിട്ട് തോന്നുകയും ചെയ്യും. ലഞ്ച് ബോക്സിൽ അവർക്കൊരു സ്പെഷ്യലായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും.